നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായ ആപ്പ് എം പി സ്വാതി മാലിവാളിനെ മാനസികമായി തളർത്താൻ നീക്കം. സ്വാതി മാലിവാളിനെ ആക്രമിച്ച വൈഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ തീസ് ഹസാരി കോടതി പരിഗണിക്കുന്നതിനിടെ വൈഭവിന്റെ അഭിഭാഷകനാണ് സ്വാതിയെ മാനസികമായി തളർത്തുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ചോദ്യങ്ങൾ കേട്ട സ്വാതി കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. ശരീരത്തിലെ മുറിവുകൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയതാണോ? അതിന് എത്ര ദിവസത്തെ പഴക്കമുണ്ട്? അടുത്തുണ്ടായതാണോ? തുടങ്ങിയ ചോദ്യങ്ങളും പ്രതിഭാഗം അഭിഭാഷകൻ ഉന്നയിച്ചു. ആരോപണങ്ങൾ ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ CCTV ഇല്ലാത്ത ഡ്രോയിങ് റൂം മനഃപൂർവ്വം തെരഞ്ഞെടുത്തതെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ആരോപിച്ചു. മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്തുകൊണ്ടാണ് അപ്പോൾ തന്നെ പരാതി നൽകാതിരുന്നതെന്നും അഭിഭാഷകൻ ചോദിച്ചു. വൈഭവ് കുമാറിനെ പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയതായും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ വസതിയിൽ അധികാരമൊന്നുമില്ലെന്നും അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. തന്നെ ആക്രമിച്ച വൈഭവ് കുമാറിനെ ഹീറോയായും തന്നെ BJP ഏജന്റായും ചിത്രീകരിക്കുകയാണെന്ന് സ്വാതി കോടതിയിൽ പറഞ്ഞു. ഒരു പ്രധാന യൂട്യൂബർ ആപ്പിന്റെ അംഗമെന്ന പോലെ ഏകപക്ഷീയമായി വീഡിയോ നിർമ്മിച്ചെന്നും ഇതിന് പിന്നാലെ നിരവധി ഭീഷണി സന്ദേശങ്ങൾ വന്നതായും സ്വാതി കോടതി മുമ്പാകെ ചൂണ്ടിക്കാട്ടി. വൈഭവ് കുമാറിന്റെ ജാമ്യം തന്റെ കുടുംബത്തിന് ഭീഷണിയാണെന്ന് ഡൽഹി തീസ് ഹസാരി കോടതിയിൽ ആം ആദ്മി പാർട്ടി MP സ്വാതി മാലിവാൾ പറഞ്ഞു. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ലെന്നും പറഞ്ഞു. വൈഭവ് കേസന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും മൊബൈൽ ഫോൺ പാസ്വേഡ് കൈമാറുന്നില്ലെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ സഹായി സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ഡൽഹി തീസ് ഹസാരി കോടതി വാദം കേൾക്കുകയായിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡി മെയ് 24-ന് 4 ദിവസത്തേക്ക് നീട്ടിയത് ഇന്ന് അവസാനിക്കും. മെയ് 18-നാണ് വൈഭവിനെ അറസ്റ്റ് ചെയ്തത്. വാദം കേട്ട കോടതി വൈഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള വൈഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ നേരത്തെയും തള്ളിയിരുന്നു. അതിനിടെ കനത്ത ചൂടിൽ കോടതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ കുഴഞ്ഞു വീണത് ആശങ്കയുണ്ടാക്കി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.